ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തോമസ് റോൺസിറോ സ്പെയിനിലെ ഒരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് തോമസ് റോൺസിറോ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മെസ്സിയെ വലിയ രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് മെസ്സി വളരെയധികം ഓവർ റേറ്റഡ് ആണ്, മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മെസ്സി. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും മെസ്സിക്ക് ലഭിക്കാറുണ്ട്. മറഡോണ മെസ്സിയേക്കാൾ മികച്ച താരമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും ഫുട്ബോൾ ചരിത്രത്തിൽ 1000 ഗോളുകൾ പൂർത്തിയാക്കുന്ന ഏക താരം എന്നൊക്കെയാണ് തോമസ് റോൺസിറോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയേക്കാൾ മികച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എല്ലാം കൊണ്ടും അദ്ദേഹം അത് തെളിയിച്ചതാണ്. 1000 ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമാവാൻ പോവുകയാണ് റൊണാൾഡോ. ഒരുപക്ഷെ ഫുട്ബോൾ ചരിത്രത്തിൽ 1000 ഗോളുകൾ നേടുന്ന ഏക താരവും റൊണാൾഡോ തന്നെയായിരിക്കും. മെസ്സി വളരെയധികം ഓവർ റേറ്റഡ് ആയിട്ടുള്ള താരമാണ്. മെസ്സിയേക്കാൾ മികച്ച താരമാണ് മറഡോണ. മെസ്സിക്ക് മാധ്യമങ്ങളിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അവർ പെരുപ്പിച്ച് കാണിച്ച ഒരു താരമാണ് മെസ്സി. ക്രിസ്ത്യാനോ ഇതുവരെ ബയേണിനോട് 8 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് നാണം കെട്ടിട്ടില്ല. റോമയോടും PSG യോടും ലിവർപൂളിനോടും ഒന്നും റൊണാൾഡോക്ക് നാണക്കേടുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. റയലിനൊപ്പം 5 വർഷത്തിനിടെ 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ് റൊണാൾഡോ നേടിയത്. ഓർക്കുക, മെസ്സി തൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് റൊണാൾഡോ അന്ന് റയലിനോടൊപ്പം 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുള്ളത്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഇതാണ് തോമസ് റോൺസിറോ എന്ന ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് മെസ്സിയെ എതിർക്കുന്ന അല്ലെങ്കിൽ മെസ്സിയോട് ഒരു വെറുപ്പ് വെച്ച് പുലർത്തുന്ന ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് ആണ് ഇദ്ദേഹം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ആരാധകൻ കൂടിയാണ് ഇദ്ദേഹം. ഏതായാലും റൊണാൾഡോ 1000 ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് ഇപ്പോൾ അതിവേഗം കുതിക്കുകയാണ്. പക്ഷേ അത് ഒട്ടും സേഫ് അല്ല. കാരണം പിറകിൽ മെസ്സിയുണ്ട്. 3 വർഷത്തേക്കാണ് മെസ്സി ഇന്റർ മയാമിയുമായി കോൺട്രാക്ട് പുതുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെസ്സി ഈ ഒരു 1000 ഗോളുകൾ പൂർത്തിയാക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.